അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം. താങ്ക് യു സാർ. വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മാതിരി കമൻറ്റ് വേണ്ട കേട്ടോ. നിങ്ങളാളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ മതി. നമസ്കാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ്, വിവാദങ്ങളിൽ പെടുകയാണ്. നവകേരള സദസ്സ് കഴിഞ്ഞു, കേരളീയം കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം മുഖാമുഖം എന്ന് പറഞ്ഞ പുതിയ ഒരു ജനസമ്പർക്ക പരിപാടിയുമായി മുന്നോട്ടിറങ്ങിയിരിക്കുന്നു. കേരളീയത്തിലൂടെയും നവകേരള സദസ്സിലൂടെയും ആർജിക്കാൻ കഴിയാത്ത ജനപിന്തുണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ മുഖ്യമന്ത്രി ഇതുപോലെ ജനസമ്പർക്ക പരിപാടിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പലരും ആശങ്കാകുലരായിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രതിപക്ഷ നിരകളിൽ നിന്നും ഇപ്പോൾ അത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വരുന്നത്. മുഖ്യമന്ത്രി എത്തുന്ന വേദിയിലെല്ലാം മുഖ്യമന്ത്രി പലപ്പോഴും പ്രശ്നക്കാരനായി മാറുന്ന കാഴ്ച കേരളം കണ്ടിട്ടുണ്ട്. ഒരിക്കൽ കോവിഡ് സമയത്ത് വേദിയിൽ പ്രസംഗിക്കാനെത്തിയ മുഖ്യമന്ത്രിക്ക് അവിടെ കാത്തുനിന്നിരുന്ന ഒരു കുട്ടി ശുചീകരണ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്ക് സാനിറ്റൈസർ കൊടുക്കുവാൻ വേണ്ടി ആയിരുന്നു. വളരെ ക്രുദ്ധനായിക്കൊണ്ട് നിഷ്കരുണം മുഖ്യമന്ത്രി ആ കുട്ടിയുടെ കൈ തട്ടി മാറ്റുന്ന കാഴ്ചയാണ് അന്ന് കേരളം കണ്ട് ഞെട്ടിയത്. പിന്നീട് മറ്റൊരു സദസ്സിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കാനെത്തിയപ്പോൾ ഒരു കുട്ടി മുഖ്യമന്ത്രിയുടെ സെൽഫി എടുക്കുവാൻ വേണ്ടി വരുന്നു. മുഖ്യമന്ത്രി ആ കുട്ടിയെയും വളരെ ക്രുദ്ധനായിക്കൊണ്ട് തന്നെ, നിരാശനാക്കിക്കൊണ്ട് തന്നെ ആ കുട്ടിയെയും സെൽഫി എടുക്കുന്നതിൽ നിന്ന് വിലക്കുന്നു. പിന്നീട് പാർട്ടി സഖാക്കളെല്ലാം ഇടപെട്ട് മുഖ്യമന്ത്രിയെ അനുനയിപ്പിച്ചതിന് ശേഷമാണ് ആ കുട്ടിയെ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി ഒരു സെൽഫി കൊടുക്കുവാൻ വേണ്ടി തയ്യാറായത്. കാരണം മാധ്യമങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ഈ ചെയ്തികൾ സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ചെയ്തതെല്ലാം അവർ വളരെ ഭംഗിയോടുകൂടി തന്നെ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ പാർട്ടി സഖാക്കളാണ് മുഖ്യമന്ത്രിയുടെ ചെവിയിൽ ഓതിക്കൊടുത്തത്. മാധ്യമങ്ങൾ ഇതെല്ലാം കൃത്യമായി തന്നെ പകർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കുട്ടിയുടെ കൈ തട്ടി മാറ്റിയ സംഭവം വളരെ വിവാദമാകും. ഉടനെ തന്നെ മുഖ്യമന്ത്രി ആ കുട്ടിയെ വിളിച്ചു വരുത്തി ഒരു സെൽഫി കൊടുക്കുകയായിരുന്നു. ഇതുപോലെ ആളും തരവും നോക്കാതെ മുഖ്യമന്ത്രി പല വേദികളിലും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ പറഞ്ഞത്. ഒരിക്കൽ കാസർഗോഡ് ഒരു ബാങ്ക് മന്ദിരത്തിന്റെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ ഈ ബാങ്ക് മന്ദിരത്തിന്റെ നിർമ്മിതി ജോലികളുമായി ബന്ധപ്പെട്ടവർക്ക് സമ്മാനദാനം നൽകുന്ന ചടങ്ങാണ് അടുത്തത്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേദി വിട്ടു പോകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയെ ആ ചടങ്ങിലേക്ക് കൂടി ക്ഷണിച്ചുകൊണ്ട് അവതാരകൻ പ്രസംഗിക്കുകയുണ്ടായി. അടുത്തത് പുരസ്കാര ദാന ചടങ്ങാണ്. ഇതിനു വേണ്ടി മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു എന്ന് അവതാരകൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി വളരെ ക്രുദ്ധനായിക്കൊണ്ട് അവതാരകനോട് ചൂടാകുന്നത് നമ്മൾ കണ്ടു. ഇയാൾക്ക് എന്താണ് കണ്ണു കണ്ടുകൂടെ? ഞാൻ പ്രസംഗിച്ചു കഴിയുന്നതിന് മുമ്പ് എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി അന്ന് മൈക്കിലൂടെ വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രി തന്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങാൻ പോകുന്നു എന്ന് കണ്ടറിഞ്ഞ അവതാരകൻ മുഖ്യമന്ത്രിയുടെ സമയം ഒട്ടും നഷ്ടപ്പെടുത്താൻ ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ അടുത്ത ചടങ്ങിന് വേണ്ടി മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നത് ആയുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് അവതാരകനിൽ നിന്നും ഉണ്ടായത്. പക്ഷെ മുഖ്യമന്ത്രിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. മറ്റൊരു വേദിയിൽ മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാൽ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി വളരെ ക്രുദ്ധനായിക്കൊണ്ട് അന്ന് സദസ്സിനോട് പെരുമാറുന്ന കാഴ്ച കണ്ടായിരുന്നു. മോഹൻലാൽ വേദിയിലെത്തിയപ്പോൾ മോഹൻലാൽ എന്ന് ആർത്തു വിളിക്കുന്ന ജനങ്ങൾക്ക് നേരെ മുഖ്യമന്ത്രി വളരെ ക്രുദ്ധനായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു, മോഹൻലാൽ എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നാണ് അന്ന് മോഹൻലാലിനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി സംസാരിച്ചത്. മോഹൻലാലിന്റെ ജനസമ്മതിയും മോഹൻലാലിനോട് ജനങ്ങൾ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ആദരവും കണ്ട് സഹിക്കാൻ കഴിയാതിരുന്ന മുഖ്യമന്ത്രി അതൊട്ടും മറച്ചു വയ്ക്കാതെ തന്നെയാണ് അന്ന് സദസ്സിനോട് പ്രതികരിച്ചത്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായ മറ്റൊരു പ്രതികരണം. മുഖ്യമന്ത്രി പ്രസംഗിച്ചതിന് ശേഷം അവതാരക മറ്റൊരു ആളെ ക്ഷണിക്കുകയായിരുന്നു. അതിനിടയിൽ സാമാന്യ മര്യാദ അനുസരിച്ച് അവതാരക ഇങ്ങനെയാണ് പറഞ്ഞത്, വളരെ നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ച മുഖ്യമന്ത്രിക്ക് നന്ദി എന്ന് പറയുമ്പോൾ തന്നെ അവർ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു, അത്തരം പരിപാടിയൊന്നും വേണ്ട, നിങ്ങൾ അടുത്ത ആളെ വിളിക്കുന്നുണ്ടെങ്കിൽ വിളിക്കൂ. എല്ലാ പരിപാടികൾക്കും അതിൻ്റെതായ ചില സാമാന്യ മര്യാദകൾ ഉണ്ട് എന്ന് വിസ്മരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ സംസാരിച്ചത്.
ഓരോ വേദിയിലും ഓരോ പ്രാസംഗികരും പ്രസംഗിച്ചു കഴിയുമ്പോൾ അടുത്ത ആളെ അവതാരകൻ ക്ഷണിക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ പ്രസംഗം അല്ലെങ്കിൽ നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ച ആ വ്യക്തിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു എന്നുള്ള ഒരു ചടങ്ങോട് കൂടി തന്നെയാണ് അല്ലെങ്കിൽ ആമുഖത്തോടു കൂടി തന്നെയാണ് അടുത്ത പ്രാസംഗികനെ വേദിയിലേക്ക് സാധാരണ അവതാരകർ ക്ഷണിക്കാറുള്ളത്. ഇത് തന്നെയാണ് മുഖാമുഖം പരിപാടിയിലും ഈ അവതാരക ചെയ്തത്. മനോഹരമായ പ്രസംഗം കാഴ്ചവെച്ച മുഖ്യമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായി ആ അവതാരക പറഞ്ഞ ഉടനെ തന്നെ മുഖ്യമന്ത്രിക്ക് അത് അത്ര കണ്ട് രസിച്ചില്ല. എന്തോ ദഹനക്കേടുള്ള ആൾ പറ്റാത്ത ഒരു ഭക്ഷണം കഴിച്ച മട്ടിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അതൊന്നും വേണ്ട, ആ പരിപാടിയൊന്നും വേണ്ട, നിങ്ങൾ അടുത്ത ആളെ വിളിച്ചുകൊള്ളൂ. എന്താണ് മുഖ്യമന്ത്രിയിൽ നിന്നും ഇങ്ങനെയുള്ള അസ്വാരസ്യങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകുന്നത്, അത് വിവാദങ്ങളിൽ നിറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ഇപ്പോൾ സദസ്യരും ആ വേദിയിൽ വെച്ച് തന്നെ അഭിപ്രായപ്പെട്ടത്. ജനസമ്പർക്ക പരിപാടികൾ നടക്കുമ്പോൾ ജനങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണല്ലോ മുഖ്യമന്ത്രിയും മറ്റു പരിവാരങ്ങളും ഇത്തരം പരിപാടിക്ക് ഇറങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ജനകീയമാകേണ്ട സദസ്സുകളും അല്ലെങ്കിൽ സംസാരവും എല്ലാം തീർത്തും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന അവതാരകരോട് മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ ജനകീയമല്ലാത്ത രീതിയിൽ പെരുമാറുന്നത്, വിവാദത്തിൽ ചെന്ന് ചാടുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് ഓടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടിയുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് സർക്കാരിന്റെ നേട്ടങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പരിപാടിയോട് കൂടി തന്നെയാണ്. എന്നാൽ അതെല്ലാം ഇപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടാകും എന്ന അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതിന്റെ സങ്കടത്തിലാണ് ഇടതുമുന്നണി. എന്തായാലും മുഖ്യമന്ത്രിയെ ഉപദേശിക്കുവാനോ നേരെയാക്കുവാനോ ഇടതുമുന്നണിക്ക് ആർജവുമില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ഇടതുമുന്നണിയിൽ അതിനുള്ള ആർജവുമുള്ള ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി മറ്റൊരു വിവാദത്തിൽ കൂടി ചെന്ന് ചാടിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ. അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം. താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മാതിരി കമൻറ്റ് കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ മതി.